അധികാരത്തിന്റെ അഹങ്കാരമില്ലാത്ത അതീവ ലളിതമായ ജനകീയ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും മികച്ച കേരള മോഡലായിരുന്നു ഉമ്മൻചാണ്ടി. ജീവിതത്തിന്റെ എല്ലാ തലത്തിലും അതീവ ശ്രദ്ധയോടെ പകർത്തിയ, മരണം വരെ ഉപേക്ഷിക്കാത്ത ഒരു മാതൃക ആ മനുഷ്യൻ സ്വയം രൂപപ്പെടുത്തി. ഒരൊറ്റയാൾ മാതൃക. ഇതാണ് കൊച്ചു മനുഷ്യരുടെ വലിയ കുഞ്ഞുഞ്ഞ്, അഥവാ ആൾക്കൂട്ടത്തെ ശ്വസിക്കുകയും അവരിൽ ഒരാളായി ജീവിക്കുകയും ചെയ്ത ഉമ്മൻചാണ്ടി. ഇടം കൈയിൽ ഒരു ഗ്ലാസ് വെള്ളവും വലം കൈയിൽ ഒട്ടനവധി ജീവിതങ്ങളെ അതിജീവനത്തിന്റെ പാതയിലേക്ക് നയിക്കാനുള്ള ഒരു പേനയും, അതോടൊപ്പം ചേർത്തു പിടിച്ച അപേക്ഷകളും, പിന്നെ കാറിൽ ഇടയ്ക്കിടെ ആഹാരമായി എത്തിയിരുന്ന ഓട്സും. തന്നെ കാണാനെത്തിയ അവസാനത്തെ ആളെയും കണ്ടിട്ടേ മടങ്ങൂ എന്ന നിർബന്ധം അയാൾക്കുണ്ടായിരുന്നു. ആൾക്കൂട്ടങ്ങൾ ആനന്ദമാക്കിയ, അതിന്റെ ലഹരിയിൽ ജീവിതം തീർത്ത, ഏതൊരാൾക്കും നേരിട്ട് സമീപിക്കാവുന്ന ഒരു അധികാര കേന്ദ്രത്തിന്റെ ചുരുക്കെഴുത്താവുകയായിരുന്നു ഉമ്മൻചാണ്ടി. 1-ാം നമ്പർ സ്റ്റേറ്റ് കാർ ഉപയോഗിച്ചിരുന്ന കാലത്ത് പോലും ഉമ്മൻചാണ്ടിക്കൊഴിച്ച് ഏവർക്കും കാറിൽ സ്ഥലമുണ്ടായിരുന്നു. അത്ര തിക്കും തിരക്കും അയാൾക്ക് ഒഴിച്ചുകൂടാനാവാത്തതായിരുന്നു. എത്രയോ വട്ടം ഉമ്മൻചാണ്ടിയിലെ രാഷ്ട്രീയ നേതാവ് പതറിപ്പോകാൻ സാധ്യതയുള്ള നിമിഷങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. സ്വതസിദ്ധമായ ഒരു ചിരിക്കപ്പുറം മനോഹാരിതയോടെ അയാൾ അതിനെയൊന്നും നേരിടുന്നത് കണ്ടിട്ടുമില്ല. ഒരുപാട് തവണ പരിഹാസം കേട്ട തന്റെ മനസാക്ഷിയുടെ കോടതിക്ക് ഒരു നീതിന്യായ സംവിധാനത്തിന്റെ പരിശുദ്ധി ഉണ്ടായിരുന്നുവെന്ന് അയാൾക്ക് തോന്നിയിരിക്കണം. കൊറോണ ഉണ്ട്, കണ്ടമാനുണ്ട്, ബിസി ഷെഡ്യൂളുണ്ട്, മനസ്സിൻ്റെ വ്യാധിയുണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചടികളുണ്ട്. എല്ലാ ഫാക്ടേഴ്സും ഒന്നിച്ചു വന്ന് കുഞ്ഞെപ്പോഴും ഡള്ളായിട്ടേ കണ്ടിട്ടുള്ളൂ. അധികം മിണ്ടിയിട്ടുമില്ല. പിന്നെ ഓരോ ദിവസങ്ങളും സംസാരം തീരെ കുറഞ്ഞു. അപ്പോഴും ആരോടും വേദനിപ്പിക്കാത്ത, മുറിപ്പെടുന്നൊരു വാക്കുരിയാടാത്ത, പ്രതിസന്ധികളിൽ എപ്പോഴും ഓടിയെത്താവുന്ന, വിയോജിക്കുമ്പോഴും വ്യക്തിപരമാവാത്തൊരാൾ മാത്രമായിരുന്നു ഉമ്മൻചാണ്ടി. കല്ലെറിഞ്ഞ ആ മനുഷ്യന്റെ നെറ്റി പൊട്ടിച്ച പഴയ ഡിവൈഎഫ്ഐക്കാരൻ നസീറിന് അതറിയാം. എല്ലാറ്റിനും ശേഷം അവസാന ജനസമ്പർക്ക യാത്രയിലേക്ക്. ഒരു കാലത്തും ഉമ്മൻചാണ്ടി സഞ്ചരിച്ച വാഹനങ്ങളൊന്നും അത്ര പതിയെ പോയിട്ടുണ്ടാവില്ല. ഓർമ്മയിലൊന്നും തിരുവനന്തപുരത്തെ പുതുപ്പള്ളി ഹൗസിൽ നിന്ന് കോട്ടയത്തെ പുതുപ്പള്ളിയിലേക്കുള്ള ദൂരം താണ്ടാൻ ആ മനുഷ്യന് ഇത്ര സമയം എടുക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. പക്ഷേ അയാൾ ആഗ്രഹിച്ചതുപോലെ ആ യാത്രയും ഓരോ മനുഷ്യരെയും കണ്ടുകൊണ്ടായിരുന്നു. കണ്ടിട്ടേ പോകൂ എന്നൊരു വാശിയുണ്ടായിരുന്നു കാത്തുനിന്നവർക്കും. അയാളിൽ നിന്ന് തന്നെ കിട്ടിയതാവും ആ വാശി. 1 വർഷം മുൻപ് നടത്തിയ ആ യാത്രയിൽ ആ മനുഷ്യന് അയാളുടെ പ്രിയപ്പെട്ടവർക്ക് നൽകാൻ ഒന്നു മാത്രമുണ്ടായിരുന്നില്ല, ഒരു ശുപാർശ കത്ത്. സസ്നേഹം ഉമ്മൻചാണ്ടി എന്ന് അവസാനിപ്പിക്കുന്ന കത്ത്. അയാൾ ശരിക്കുമൊന്ന് ഉറങ്ങിത്തുടങ്ങിയിട്ട് 1 വർഷമാകുന്നേയുള്ളൂ. ഞായറാഴ്ചകളിൽ പുതുപ്പള്ളിയിലെ വീട്ടിൽ 4 മണിക്കൂർ നേരം ഏറ്റവും വലിയ ഉറക്കമായി കണ്ടിരുന്ന മനുഷ്യൻ സമാധാനമായി ഒന്നുറങ്ങുകയാണ്. അയാൾ ഒട്ടും ഇഷ്ടപ്പെടാതിരുന്ന നിശബ്ദതയും സ്വകാര്യതയും പേറി. ഹരിമോഹൻ, മീഡിയ 1, തിരുവനന്തപുരം.